ഈശോയിലേറെ സ്നേഹമുള്ളവരെ, വിശുദ്ധരിലൂടെ വിശുദ്ധിയിലേക്ക് എന്ന പ്രോഗ്രാമിൻ്റെ ഒരു പുത്തൻ അധ്യായത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടുന്ന വിശുദ്ധൻ കേരള സഭയിലൊക്കെ ഏറെ ജനപ്രിയനായിട്ടുള്ള, പോപ്പുലാരിറ്റിയുള്ള, അസാധ്യ കാര്യങ്ങളുടെ മധ്യസ്ഥൻ, രോഗികളുടെയും അശരണരുടെയും അതുപോലെ പോലീസ് സേനയുടെയൊക്കെ രക്ഷാധികാരിയായിട്ടുള്ള, മധ്യസ്ഥനായിട്ടുള്ള ഒരു വിശുദ്ധൻ, വിശുദ്ധ യൂദാ തദേവൂസ്. ഈ വിശുദ്ധനെക്കുറിച്ച് നമുക്ക് കേൾക്കാം. നാം പരിചയപ്പെടുന്ന യൂദാ തദേവൂസ് എന്ന വിശുദ്ധൻ കുട്ടിക്കാലം മുതൽ ഈശോയോട് കൂടെ കളിച്ച് വളർന്ന ഒരു കളിത്തോഴനും സഹോദരനുമാണ് യൂദാ തദേവൂസ്. റോമൻ കാലഘട്ടത്തിൽ ഗലീലിയയിലെ പനീസിയ എന്ന പട്ടണത്തിലാണ് യൂദായുടെ ജനനമെന്ന് അവകാശപ്പെടുന്നു. യൂദായെക്കുറിച്ച് വലിയ കാര്യങ്ങളൊന്നും ബൈബിളിൽ നമ്മൾ കാണുന്നില്ല. ചിലയിടങ്ങളിൽ മാത്രമാണ് യൂദാസ്ലീഹയെ നമ്മൾ ബൈബിളിൽ പരിചയപ്പെടുന്നുള്ളൂ. യോഹന്നാൻ 14:22 യൂദായുടെ ഒരു ചോദ്യമുണ്ട്. കർത്താവ് ഞാൻ എന്നെ തന്നെ വെളിപ്പെടുത്തുവാണെന്ന് പറഞ്ഞപ്പോൾ യൂദാ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. കർത്താവെ, നീ ഞങ്ങൾക്ക് മാത്രമാണോ വെളിപ്പെടുന്നത്? ലോകം മുഴുവനും വേണ്ടി നീ എന്താ വെളിപ്പെടാത്തത്? യൂദായുടെ ഒരു ചോദ്യം വളരെ പ്രസക്തമാണ്. ക്ലോപ്പാസിനെ നമുക്കറിയാം. യേശുവിൻ്റെ വളർത്തുപിതാവ് ജോസഫിൻ്റെ സഹോദരനാണ് ക്ലോപ്പാസിൻ്റെ ഈ മറിയത്തിൻ്റെയും ഇളയ മകനായിട്ട് യൂദാ ജനിച്ചു. യൂദായും ജെയിംസും യേശുവും കളിത്തോഴരായിരുന്നു. ഒന്നിച്ച് മറിയത്തിൻ്റെ വീട്ടിലാണ് ഇവർ കളിച്ചു വളർന്നത്. മറിയമാണ് ഇവരുടെ എല്ലാ കാര്യങ്ങളിലും ഉത്തരവാദിത്വം ചെലുത്തി ഇവരെ പഠിപ്പിക്കുകയും തിരുത്തുകയും ഉപദേശം നൽകുകയും പ്രാർത്ഥിപ്പിക്കുകയും ചെയ്തിരുന്നത്. ലൂക്കായുടെ സുവിശേഷം 2:52 ഇങ്ങനെ നാം കാണുന്നുണ്ട്: യേശു ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ വളർന്നു വന്നുവെന്ന്. അങ്ങനെയാണെങ്കിൽ അത് യേശു മാത്രമല്ല, യൂദായും കുഞ്ഞു ജെയിംസ് എന്ന് വിളിക്കപ്പെടുന്ന സ്ലിഹായൊക്കെ ഈ മറിയത്തിൻ്റെ ഇതേ ശിക്ഷണത്തിൽ വളർന്നവരാ. ഒന്നിച്ച് കളിച്ച്, ഒന്നിച്ച് കാര്യങ്ങൾ പഠിച്ച്, പ്രാർത്ഥിച്ച് വളർന്നു വന്നവരാണ്. വിശുദ്ധ യൂദാ തദേവൂസ് ബൈബിളിൽ ഏറെ കാര്യമായി പ്രത്യക്ഷപ്പെടുന്നില്ലെങ്കിലും ബൈബിളിൽ വളരെ സൈലൻ്റ് ആയിട്ടുള്ളൊരു ക്യാരക്ടറായിട്ടാണ് യൂദാ തദേവൂസിനെ കുറിച്ച് നാം വായിക്കുന്നത്. അതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് യൂദാ തദേവൂസിനെ കുറിച്ച് കൂടുതൽ കാര്യമായിട്ട് അറിവുകളൊന്നുമില്ല. യൂദാ തദേവൂസിനെ കുറിച്ച് പറയുമ്പോൾ ചിലർക്ക് യൂദാ എന്ന് കേൾക്കുമ്പോൾ പോലും യൂദാസ്കറിയോത്ത എന്ന ഒരു ശിഷ്യനുള്ളത് കൊണ്ട്, യേശുവിന് ഒറ്റിക്കൊടുത്തവനായതുകൊണ്ട് ഈ യൂദാ അങ്ങോട്ട് പരിഹസിക്കപ്പെട്ടു, താന്നുപോയി. അതുകൊണ്ട് യൂദായെക്കുറിച്ച് വലിയ അറിവില്ല പലർക്കും. അപ്പം ഇന്ന് നമ്മൾ യൂദാ ശ്ലീഹയെക്കുറിച്ച് ബൈബിളിലൊരു സൈലൻ്റായിട്ടും വളരെ ചുരുങ്ങിയ ഇടങ്ങളിൽ മാത്രം പരിചയപ്പെട്ടിരുന്ന ഒരു വ്യക്തിയാണെങ്കിലും ദൈവം ഇന്ന് യൂദാ ശ്ലീഹായെ അത്രയധികം ഉയർത്തി ദൈവമഹത്വമുള്ളവനാക്കി. കാരണം ദൈവത്തിന് വേണ്ടിയിട്ട് ആ വിശുദ്ധൻ്റെ മാധ്യസ്ഥത്തിലൂടെ അനേകം കാര്യങ്ങളിൽ ദൈവം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ വലിയൊരു വിളിപ്പേര് ദൈവം ആ ശ്ലീഹായ്ക്ക് നൽകി, അസാധ്യ കാര്യങ്ങളുടെ മധ്യസ്ഥൻ. പിന്നെ ഈ യൂദയെക്കുറിച്ച് നമുക്കറിയാവുന്നത് കുറച്ച് ചരിത്രങ്ങൾ, ചില പാരമ്പര്യങ്ങൾ. യൂദാ ശ്ലീഹയെക്കുറിച്ച് കൂടുതൽ, യൂദാ ശ്ലീഹയുടെ പ്രവർത്തനം മുഴുവനും പേർഷ്യ, മെസപ്പൊട്ടോമിയ ദേശങ്ങളിലായിരുന്നു. അപ്പോൾ അതിനാൽ തന്നെ അവിടെയുള്ള ചില പാരമ്പര്യങ്ങളിൽ നിന്നൊക്കെയാണ് ഈ ശ്ലീഹയെക്കുറിച്ച് കൂടുതൽ മനസ്സിലാകുന്നത്. പിന്നീട് ഒരു സോഴ്സ് എന്ന് പറയുന്നത് ഇറ്റലിയിലെ ഒരു ഭക്തിയായ സ്ത്രീയായിരുന്നു മരിയ വാൾത്തോർത്ത. ദൈവമനുഷ്യൻ്റെ സ്നേഹഗീത 16 വാല്യങ്ങളടങ്ങിയ പുസ്തകമൊക്കെ എഴുതിയ ഭക്തിയായിട്ടുള്ളൊരു സ്ത്രീ, ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യവും ദർശനവും കിട്ടിയിട്ടുള്ളൊരു സ്ത്രീയാണ്. അപ്പോൾ യേശുവിൻ്റെ കുട്ടിക്കാലം മുതലുള്ള ദർശനങ്ങൾ ഈ ഭക്തിയായ സ്ത്രീക്ക് നൽകപ്പെട്ടതിനാൽ അതുവഴിയും യൂദായുടെയും ജെയിംസിൻ്റെയും കുട്ടിക്കാലത്തെക്കുറിച്ചുള്ള അറിവുകൾ നമുക്ക് ആ പാരമ്പര്യത്തിലൂടെയും കിട്ടുന്നുണ്ട്. അതിനെക്കുറിച്ച് മരിയ വാൾത്തോർത്ത തൻ്റെ പുസ്തകത്തിൽ എഴുതി വച്ചിരിക്കുന്നത് കുഞ്ഞുനാൾ മുതൽ യൂദായും അതുപോലെ ജെയിംസും ഈശോയും അവരൊന്നിച്ച് കളിത്തോഴരായിട്ട് വളർന്നു വന്നവരാണ്. അങ്ങനെ ഇവരുടെ ഇടയിൽ പല കളികൾ നടന്നിരുന്നു. അങ്ങനെ ഒരിക്കൽ ഇവർ കൂട്ടുകൂടി കളിച്ചിരുന്ന ഇസ്രായേലിൻ്റെ പുറപ്പാട് സംഭവം, ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് ഇസ്രായേൽ പുറപ്പെട്ടു വരുന്ന ആ ഒരു സംഭവത്തെ, ചരിത്രത്തെ, അത് ചിലപ്പം മറിയം ഇരുത്തി പഠിപ്പിച്ചു കൊടുത്തൊരു കാര്യമായിരിക്കാം.
ആ 3 കുഞ്ഞുങ്ങളിൽ അതൊരു വലിയ ഒരു ആശ്ചര്യമുണ്ടാക്കി. അതുകൊണ്ട് അതവരൊരു ഗെയിമാക്കി. അപ്പോൾ ഇസ്രായേലിൻ്റെ പുറപ്പാട് ചേട്ടൻ ജെയിംസ് ആയതുകൊണ്ട് സാധാരണ ഒരു കളിയൊക്കെ നടത്തുമ്പോൾ മുതിർന്നവരാണല്ലോ അവിടെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുക. അപ്പോൾ കാസ്റ്റിംഗ് നടത്തുന്നത് ജെയിംസാണ്. അപ്പോൾ ജെയിംസ് ഇങ്ങനെ അഹ്റോൻ മോശയ്ക്ക് വഴി നയിച്ച ആളെന്ന നിലയ്ക്ക് ജെയിംസ് പറഞ്ഞു, അഹ്റോൻ എന്ന റോള് ഞാൻ ചെയ്യാം. ഈശോയ്ക്ക് കൊടുത്ത റോളെന്ന് പറയുന്നത് മോശയുടെ റോളാണ്. മോശ ഇസ്രായേൽ ജനത്തിനെ നയിച്ചു എന്നതിൻ്റെ പേരിൽ ആ കുഞ്ഞുങ്ങൾ അവർക്ക് ദൈവത്തിൻ്റെ വലിയ പദ്ധതികൾ, രക്ഷാകര പദ്ധതി ഒന്നും വെളിപ്പെട്ട് വന്നിട്ടില്ല. എന്നിട്ട് പോലും അന്ന് അവർ ദൈവാത്മാവിൻ്റെ ഉൾപ്രേരണ കൊണ്ടായിരിക്കാം ഈശോയ്ക്ക് കൊടുത്തത്, ജെയിംസ് തിരഞ്ഞെടുത്ത് കൊടുത്ത ഒരു കാസ്റ്റിംഗ് ഇതായിരുന്നു, മോശയുടെ റോള് മോചകനായിട്ടായിരുന്നു. അപ്പോൾ ബാക്കി ഇനി ഒരാളുള്ളത് ഒരു 3 പേരാണല്ലോ കളിക്കാനുള്ളൂ. യൂദായാണ്. യൂദായ്ക്ക് കിട്ടിയ റോളെന്ന് പറയുന്നത് ഇസ്രായേൽ ജനം ഒരു ബിംബത്തിൻ്റെ മുമ്പിൽ വിഗ്രഹാരാധന ചെയ്ത് നൃത്തം ചെയ്യുന്ന ഒരു ഭാഗമാണ് കിട്ടിയത്. കുഞ്ഞു യൂദായ്ക്ക് ഇത് ഒട്ടും പിടിച്ചില്ല. കാരണം കുഞ്ഞിലെ പോലും ദൈവത്തിന് കളിയായിട്ടാണെങ്കിൽ പോലും ഒരു വിഗ്രഹാരാധന ചെയ്യാൻ തനിക്ക് പറ്റില്ലെന്നുള്ള പ്രതിഷേധം അപ്പം തന്നെ അറിയിച്ചു. അങ്ങനെ കളി അവിടെ ഡ്രോപ്പായി പോവാണ്. കളി അവിടെ നിലച്ചു. കാരണം യൂദായ്ക്ക് തമാശയാണെങ്കിൽ പോലും അല്ലെങ്കിൽ കളിയായിട്ടാണെങ്കിൽ പോലും ഒരു സ്വർണ്ണബിംബത്തിൻ്റെ മുമ്പിൽ നൃത്തം ചെയ്ത് വിഗ്രഹാരാധന നടത്തുക എന്നുള്ള റോള് ഇമാജിൻ ചെയ്യാൻ പോലും ആൾക്ക് പറ്റുന്നില്ല. അപ്പോൾ അവിടെ രോഷാകുലനായിട്ട് യൂദ ആ കളി അവിടെ അവസാനിപ്പിക്കുന്നതാണ് കാണുന്നത്. ഇങ്ങനെ കുട്ടിത്തം നിറഞ്ഞ കുറേ കളികൾ പിന്നീട് കളിച്ചുകൊണ്ടിരുന്ന മറ്റൊരു കളിയാണ് പുറപ്പാട് സംഭവം, യാത്ര. അപ്പോൾ അതിൻ്റെ ഇടയിൽ കാസ്റ്റിംഗ് തിരഞ്ഞെടുക്കുന്നതിൻ്റെ ഇടയിൽ ഇതേപോലെ ജെയിംസ് ആണല്ലോ കാസ്റ്റിംഗ് തിരഞ്ഞെടുക്കുന്നത് ചേട്ടൻ എന്ന നിലയ്ക്ക്. അപ്പോൾ കാസ്റ്റിംഗ് തിരഞ്ഞെടുക്കുന്നതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഓരോ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കുഞ്ഞു യൂദായ്ക്കൊരു സംശയം. ഇസ്രായേൽക്കാർ ഇത്രയും ദൂരെ യാത്ര ചെയ്യണമെങ്കിൽ അവർക്ക് വാഹനങ്ങളൊക്കെ കേടുവന്നുണ്ടാവുമല്ലോ. ഇപ്പോൾ വണ്ടിക്കാളയാണെങ്കിലും അതൊക്കെ കേടുവന്നിട്ട് ഇത്ര ദൂരം സഞ്ചരിക്കുകയല്ലേ, ഇത്ര വർഷം 40 വർഷം മരുഭൂമി യാത്ര. അപ്പോൾ ഇവർ വളരെ പ്രയാസപ്പെട്ട് കാണും, വണ്ടിയൊക്കെ മാറ്റിക്കാണും. കുഞ്ഞു മനസ്സിൻ്റെ കുറേ ചോദ്യങ്ങൾ. അപ്പോൾ ജെയിംസ് ചേട്ടൻ എന്ന നിലയ്ക്ക് അതിന് ഉത്തരം കൊടുത്തതാണ്, അതൊക്കെ ശരിയായിരിക്കും, കാരണം ഇത്ര ദൂരം സഞ്ചരിക്കേണ്ട, അപ്പോൾ ഒരു വണ്ടിയൊക്കെ മാറ്റും. അപ്പോൾ ജെയിംസ് എന്ന ചേട്ടൻ്റെ ഉത്തരം ഈശോയ്ക്ക് അത്ര പിടിച്ചില്ല. ഈശോ പറഞ്ഞു, ആ ഉത്തരം ഞാൻ അംഗീകരിക്കത്തില്ല, വണ്ടി മാറ്റേണ്ടി വന്നിട്ടില്ല അവർക്ക് എന്ന് പറഞ്ഞു. അങ്ങനെ ഇവരുടെ കളിയുടെ ഇടയിൽ ഒരു തർക്കം വരുമ്പോൾ ഇവരെല്ലാവരും ഓടിയെത്തിയിരുന്നത് മറിയത്തിൻ്റെ അടുത്താണ്. മറിയത്തിൻ്റെ അടുത്ത് ഓടി വന്ന് ഈ പ്രശ്നം അവതരിപ്പിച്ചു. ഇങ്ങനൊരു പ്രശ്നത്തിൽ തർക്കമായിട്ട് നിൽക്കുക. അപ്പോൾ മറിയം 3 പേരെയും പിടിച്ചിരുത്തിയിട്ട് പറഞ്ഞു കൊടുത്ത കാര്യം ഇതാണ്, ഇസ്രായേൽ ജനം യാത്ര ചെയ്ത് മരുഭൂമിയിലൂടെ പോകുകയാണെങ്കിലും ഇവർ വിശ്രമിക്കാനിരിക്കുന്ന സമയത്ത് അവരുടെ വാഹനങ്ങളും അവർ കേടുപോക്കിയിരുന്നു. പുതിയ വാഹനങ്ങൾ വെക്കുകയല്ല, അതിനുള്ള സംവിധാനം ഉണ്ടായിരുന്നില്ല. അപ്പം മറിയം അതിന് ഉത്തരം കൊടുത്തു. അവിടെ തർക്കം അവസാനിച്ചു. ഇങ്ങനെ കുഞ്ഞു കളികളിലൂടെ കൂട്ടുകൂടി വളർന്ന് അങ്ങനെ ഇരിക്കുന്ന അവസരത്തിലാണ് ഈശോയുടെ വളർത്തുപിതാവ് യൗസേപ്പിൻ്റെ മരണം, യൗസേപ്പിതാവ് മരിക്കുന്നത്. യൗസേപ്പിതാവിൻ്റെ മരണം ഈശോയും മാതാവിനെ ഏറെ ദുഃഖമെന്നതുപോലെ തന്നെ ജെയിംസിനും യൂദായ്ക്കും ഏറെ നൊമ്പരമുണ്ടായി എന്നാണ് ആ പുസ്തകത്തിൽ വിവരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ അവരോരോ കുടുംബത്തിലും മക്കളെന്ന പോലെ വളർന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ യൗസേപ്പിതാവിൻ്റെ മരണത്തിന് ശേഷം കുറച്ച് കാലത്തിന് ശേഷം യൂദായും ജെയിംസും അവരുടെ സ്വന്തം വീട്ടിലേക്ക് മടങ്ങി പോകുന്നതായിട്ടൊരു പാരമ്പര്യം പറയുന്നു. അങ്ങനെ പോയി പിന്നെ കുറച്ച് കാലങ്ങൾക്കൊക്കെ ശേഷം പിന്നെ ഇവർ കാണുന്നില്ല. പിന്നെ കാണുന്നത് യൂദായുടെ ഒരു ബന്ധുവായ സൂസന്നായുടെ ഒരു കല്യാണത്തിനാണ് ഈശോയും പിന്നെ യൂദായും ജെയിംസൊക്കെ പിന്നെ കൂടിക്കാഴ്ച നടത്തുന്നത്. അത് നമുക്ക് വളരെ പരിചയമുള്ളതാണ്. യോഹന്നാൻ്റെ പുസ്തകത്തിൽ 2-ാം അധ്യായത്തിൽ കാനായിലൊരു കല്യാണ വിരുന്നിനെ കുറിച്ച് പറയുന്നുണ്ട്. യൂദാ തദേവുസിൻ്റെ ഒരു റിലേറ്റീവ് ആയിരുന്നു, ബന്ധുവായിരുന്നു സൂസന്ന. ആ സൂസന്നയുടെ വിവാഹത്തിന് ക്ഷണിക്കപ്പെട്ടാണ് ഇവിടെ വരുന്നത്. ആ ഭാഗമാണ് യോഹന്നാൻ ശ്ലീഹ 2-ാം അധ്യായത്തിൽ നമുക്ക് വിശുദ്ധ ഗ്രന്ഥത്തിൽ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ അവിടെ നടന്ന സംഭവമൊക്കെ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. അവിടെ ഈശോയും മാതാവും ക്ഷണിക്കപ്പെടുന്നതും അവിടുത്തെ വീഞ്ഞു തീർന്നു പോകുന്ന അവസ്ഥ, അവിടെ ദുഃഖത്തിൻ്റെ അവസ്ഥ, പരിഹസിക്കപ്പെടുന്ന മാതാപിതാക്കൾ, അങ്ങനെ ദുഃഖാർത്ഥരായിരിക്കുന്ന സമയത്ത് മാതാവിൻ്റെ കടുത്ത നിലപാടുകളും അതുവഴി ഈശോ അവിടെ ചെയ്യുന്ന അത്ഭുതമാണ് അതിൻ്റെ പ്രമേയം. യൂദ ഇതിൻ്റെ എല്ലാം ദൃക്സാക്ഷിയാണ്. അതുവരെ യേശുവിൻ്റെ പരജീവിതം ആരംഭിച്ചിരുന്നില്ല. യൂദായ്ക്ക് യേശുവിൻ്റെ ഈ പ്രവർത്തനത്തിൽ ഏറെ ഒരു ആശ്ചര്യമുണ്ടായി. കാരണം വെള്ളം വീഞ്ഞാക്കുന്നത്, അതും ഏറ്റവും മേൽത്തരമായിട്ട് വിളമ്പപ്പെടുന്നതൊക്കെ.
ഇത് യൂദായുടെ മനസ്സിനെ ശരിക്കും പറഞ്ഞ ഒന്ന് മോട്ടീവ് ചെയ്തു. യൂദായുടെ പപ്പ ക്ലോപ്പാസിന് യേശുവിൻ്റെ ജീവിത വഴി, പരസ്യ ജീവിതം ഒന്നും ഇഷ്ടപ്പെട്ടിരുന്നില്ല. അങ്ങനെയാണ് ചരിത്രം പറയുന്നത്. അതിനാൽ തന്നെ, കാരണം ഒരു യഹൂദ റബ്ബിയെ പോലെ പരസ്യജീവിതം ഇങ്ങനെ പ്രസംഗം പറഞ്ഞ് ഇങ്ങനെ നടക്കുക, നാട് നീളം നടക്കുക, അതിനേക്കാളൊക്കെ ഉപരി ക്ലോപ്പാസ് ഇഷ്ടപ്പെട്ടത് തൻ്റെ സഹോദരൻ മരിച്ചുപോയ ജോസഫിൻ്റെ പാത പിന്തുടർന്ന് ആ മരപ്പണിയൊക്കെ നടത്തി കുടുംബം പുലർത്തുക എന്നുള്ളതാണ് ക്ലോപ്പാസിൻ്റെ ഇഷ്ടം. അതിനാൽ യേശു ഇങ്ങനെ പ്രസംഗം പറഞ്ഞ് നടക്കുന്നത് ക്ലോപ്പാസിന് തീരെ ഇഷ്ടപ്പെട്ടുന്നില്ല. അതുകൊണ്ട് ജെയിംസിനെയും യൂദായെയും തക്കമായ വളരെ കാർക്കശ്യത്തോടു കൂടി തന്നെ ക്ലോപ്പാസ് വിലക്കിയിരുന്നു, യേശുവിൻ്റെ പിന്നാലെ നടക്കരുതെന്ന് പറഞ്ഞു. അതിനാൽ തന്നെ ഇവർക്ക് അതിന് കഴിഞ്ഞിരുന്നില്ല. അപ്പോൾ യേശു പരസ്യജീവിതം നടന്ന യേശുവിനെ കണ്ടു. പിന്നെ യൂദായ്ക്ക് ഏറെ ഒരു താല്പര്യം വരാനുണ്ടായ കാരണമെന്ന് പറയുന്നത്, ഖാനായിലെ കല്യാണ വിരുന്നിന് ശേഷം ഈശോയുടെ ഈ അത്ഭുതം കണ്ടപ്പോൾ ഒരു സ്വയം തീരുമാനം എടുക്കാൻ തുടങ്ങി. അവൻ്റെ പാത എനിക്ക് പിന്തുടരണം, യേശുവിൻ്റെ കൂടെ എനിക്ക് പോകണം. ആ ഉറച്ച തീരുമാനത്തിൽ തൻ്റെ പപ്പയുടെ കാർക്കശ്യമായ തീരുമാനത്തെ മാറ്റി നിർത്തി വീട് വിട്ട് ഇറങ്ങി ഈശോയെ തേടി പോകുന്നൊരു യൂദയാണ് പിന്നീട് ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നത്, പാരമ്പര്യം പഠിപ്പിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, പിന്നീട് ഈശോയെ കണ്ടെത്തി. ഈശോയുടെ പരസ്യജീവിതം ആരംഭിച്ച് ഈശോ ഇങ്ങനെ നടന്നു പോകുന്നതുകൊണ്ട് ഇവർക്ക് കണ്ടെത്താനായിട്ട് വളരെ സാധ്യതകളൊക്കെ കുറവായിരുന്നു. എന്നാലും ഈശോയെ കണ്ടുമുട്ടുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. എൻ്റെ കളിത്തോഴൻ, ചങ്ങാതി എന്ന് പറഞ്ഞ് ഈശോ അഭിസംബോധന ചെയ്യുന്നുണ്ട് യൂദായെ. അങ്ങനെ ഈശോ യൂദായോട് പറയുന്നൊരു വാക്കുണ്ട്, വളരെ മനോഹരമായൊരു വാക്ക്. ഈശോ യൂദായോട് പറയാണ്, യൂദാ, നീ പ്രകാശ വഴിയിൽ ഏറെ ദൂരം മുന്നിലെത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ വഴി. കാരണം യൂദ എടുത്ത നിലപാട് അത് ശരിയാണെന്ന് തോന്നിക്കുന്ന രീതിയിൽ, അത് റൈറ്റാണെന്ന് ഉത്തരം കൊടുക്കുന്ന രീതിയിലാണ് ഈശോ പറയുന്നത്, നീ പ്രകാശത്തിൻ്റെ വഴിയിൽ മുന്നേ എത്തിയിരിക്കുന്നു. അതുകൊണ്ട് ഈശോ ഒരു ഉത്തരവാദിത്വം യൂദയെ ഏൽപ്പിക്കുകയാണ്. പിന്നീട് നമുക്കറിയാം, ഈശോയുടെ ശിഷ്യരിൽ ഒരാളായിരുന്നു യൂദ. 12 പേരിൽ ഒരാൾ. മത്തായി ശ്ലീഹയും ഇവിടെ വിശുദ്ധ ഗ്രന്ഥത്തിൽ പരിചയപ്പെടുന്ന 10ഉം 11 ആളായിട്ട് യൂദായുടെ പേര് പരാമർശിക്കുന്ന നമുക്ക് കാണാൻ പറ്റും. യൂദ എന്ന വാക്കിൻ്റെ അർത്ഥം സ്തോത്രം, സ്തുതി എന്നാണ്. തദേവൂസ് എന്ന വാക്കിൻ്റെ അർത്ഥം സ്നേഹമുള്ളവൻ. അതിന് മറ്റൊരർത്ഥമുണ്ട്, ഹൃദയം, നെഞ്ചകം എന്നൊക്കെ അർത്ഥമുണ്ട്. യൂദ തദേവൂസ്, അല്ലേ? നല്ല ഒരു വാക്ക്. അതുകൊണ്ട് തന്നെ ഒരു ഹൃദയഭേദ്യമായ ഒരു അഭേദ്യമായ ഒരു ബന്ധം ജനങ്ങൾക്ക് ഈ യൂദാസ്ലീഹയുടെ കാണാൻ പറ്റും. യൂദാസ്ലീഹയുടെ സ്റ്റാച്യൂസിലൊക്കെ എപ്പോഴും ഈശോയുടെ ഒരു രൂപം തെളിച്ച് ഒരു വലിയ ലോക്കറ്റ് പോലെ നമ്മൾ കാണാറുണ്ട്. പാരമ്പര്യങ്ങൾ പലതുള്ളത് കൊണ്ട് യൂദാസ്ലീഹയുടെ ചിത്രങ്ങളും രൂപങ്ങളൊക്കെ പലതും വ്യത്യസ്തമാണ്. ആ പാരമ്പര്യം അനുസരിച്ചുള്ള ചിത്രങ്ങളാണ്. ചിലയിടത്ത് തലയിൽ തീനാവുകളായിട്ട് തലയിൽ നിൽക്കുന്ന യൂദായെ പരിചയപ്പെടുന്നുണ്ട് നമ്മുടെ ചിലയിടത്ത് നമ്മൾ ഒരു വടി കയ്യിൽ കുത്തിപ്പിടിച്ച് നിൽക്കുന്നൊരു യൂദായുടെ ചിത്രം നമ്മൾ കാണാറുണ്ട്. അങ്ങനെ ചിലയിടത്ത് ഒരു കുന്തമുന കയ്യിൽ പിടിച്ച് ഒരു കുന്തം കയ്യിലേന്തി നിൽക്കുന്ന യൂദായെയും ഇവിടെ ഒരു വലിയ ലോക്കറ്റ് നമ്മൾ കാണാറുണ്ട്. അപ്പോൾ ഈ ചിത്രങ്ങളൊക്കെ സൂചിപ്പിക്കുന്നത് അന്ന് ആ കാലത്ത് വേണ്ടത്ര കൃത്യമായിട്ടുള്ള അറിവ്, മെസപ്പൊട്ടോമിയയിലുള്ളവർ, പേർഷ്യയിലുള്ളവർ, അങ്ങനെ പലതരത്തിലുള്ള പാരമ്പര്യമനുസരിച്ച് അവർ വിഭാവനം ചെയ്തതാണ് ഈ ചിത്രങ്ങൾ. അതിനാൽ ഇങ്ങനെ വ്യത്യസ്തമായിട്ട് കാണുന്നത്. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഒരു കാര്യം എന്തായാലും തീർച്ചയായിട്ടും നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യമാണ്. പാരമ്പര്യങ്ങൾ പലതും ഉണ്ടായിക്കോട്ടെ, ചരിത്രങ്ങൾ പലതും പറഞ്ഞോട്ടെ, എന്നാൽ ഈശോ യൂദായെ തിരഞ്ഞെടുത്തു തൻ്റെ സ്ലീഹന്മാരിൽ ഒരാളായിട്ട്. അങ്ങനെ ജായിറോസിൻ്റെ മകൾ ഉയർപ്പിക്കുമ്പോൾ ആ ഉയർപ്പിക്കാനായിട്ട് യാത്രാമധ്യേ അവിടെ ഒരു രക്തസ്രാവക്കാരി സ്ത്രീയെ സുഖപ്പെടുത്തുന്ന ഈ സംഭവം, ഇങ്ങനെയുള്ള യേശുവിൻ്റെ ഈ വലിയ അത്ഭുതങ്ങളൊക്കെ കൂടുതൽ ആശ്ചര്യവും ഈശോയുടെ സ്നേഹവും വർദ്ധിച്ചു. അതിനാൽ തന്നെ ഈശോയ്ക്ക് വേണ്ടിയിട്ട് നീങ്ങാൻ, ഈശോയ്ക്ക് വേണ്ടിയിട്ട് ധീരമായിട്ട് ശുശ്രൂഷ ചെയ്യാൻ യൂദാസ്ലീഹയ്ക്ക് മനസ്സിലൊരു കൊതിയുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ഇഷ്ടം മനസ്സിലാക്കിയത് കൊണ്ടായിരിക്കാം ഈശോ ബൈബിളിൽ പറയുന്നുണ്ട്, നീ എനിക്ക് നസ്രത്തിലേക്ക് വരാൻ വേണ്ടി നീ എനിക്ക് വഴിയൊരുക്കുവിൻ എന്ന് ഈശോ പറയുന്നുണ്ട്. ഇതിനു വേണ്ടി യൂദായെ തെരഞ്ഞെടുക്കപ്പെട്ടു. യൂദാ തദേവുസിൻ്റെ ശുശ്രൂഷ നിർവഹണ കാലഘട്ടത്തിൽ പേർഷ്യയിൽ നടന്ന ഒരു പാരമ്പര്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, എഡേസയിലെ അബർക്കസ് എന്ന രാജാവ്, അപ്പോൾ എഡേസയിലെ രാജാവിന്
കുഷ്ഠരോഗം ബാധിച്ചു. അതിനാൽ തന്നെ ഈ രാജാവ് യേശു ചെയ്ത അത്ഭുതത്തെക്കുറിച്ച് കേൾക്കുകയും അവൻ അന്ധനെ കാഴ്ച കൊടുക്കുകയും തളർവാദം മാറ്റുകയും കുഷ്ഠരോഗികളെ ശുദ്ധിയാക്കുകയും ചെയ്യുന്ന ഈ കാര്യങ്ങൾ, യേശുവിൻ്റെ അത്ഭുതത്തെക്കുറിച്ചൊക്കെ എഡേസയിലെ ഈ അബർഗസ് രാജാവ് കേട്ടിരുന്നു. അപ്പം അതിനാൽ തന്നെ അനനിയാസ് എന്ന് പറഞ്ഞ ഒരു സഹായിയെ വിട്ട് യേശുവിനെ വിളിച്ചുകൊണ്ട് വരാനായിട്ട് അങ്ങനെ ഒരു പാരമ്പര്യം പറയുന്നുണ്ട്. അങ്ങനെ ആളയക്കപ്പെട്ട്, അനനിയാസ് എന്ന് പറഞ്ഞ ഒരാൾ അയക്കപ്പെട്ടു. അദ്ദേഹം വന്ന് യേശുവിൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ യേശു അതിന് ഉത്തരം കൊടുത്തത് ഇങ്ങനെയാണ്: രാജാവിനോട് പറയൂ, ഞാൻ കൃത്യസമയത്ത് എൻ്റെ ഒരു സ്ലീഹയെ അങ്ങോട്ട് അയക്കും എന്ന് ഒരു ഉത്തരമാണ് കൊടുത്തത്. അപ്പോൾ ആ സമയത്ത് യേശുവിന് തിരക്കുണ്ടായിരുന്നു. അത് പരസ്യജീവിതത്തിൻ്റെ ഭാഗമായിരുന്നു, യേശു പ്രവർത്തിച്ചുകൊണ്ടിരുന്നു. അതിനാൽ തന്നെ അയക്കപ്പെട്ട വ്യക്തി എന്ന് അബർഗസ് രാജാവിനോട് പറഞ്ഞു, രാജാവേ, യേശുവിന് വളരെ തിരക്കാണ്. യേശുവിന് ഇങ്ങനെ പരസ്യജീവിതം അത്ഭുതങ്ങളൊക്കെ ചെയ്ത് അവൻ തിരക്കിലായതുകൊണ്ട് അവൻ പിന്നീട് കൃത്യസമയത്ത് തൻ്റെ ഒരു സ്ലീഹായെ നിൻ്റെ അടുത്തേക്ക് അയക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ രാജാവിനാണെങ്കിൽ ഈ കുഷ്ഠരോഗവും ഇതിൻ്റെ വേദനയും പെയിനും കാരണം വളരെയധികം വേദന അനുഭവിച്ച് കഴിയുകയാണ്. എത്രയും വേഗം അവനെ കണ്ടാൽ മതി, എനിക്കൊന്ന് സുഖപ്പെടണം എന്നൊരു ആഗ്രഹമായിരുന്നു രാജാവിൻ്റേത്. അപ്പോൾ അതിനാൽ രാജാവ് അടുത്തൊരു ഓപ്ഷൻ വെച്ചത് ഒരു ചിത്രകാരനെ അങ്ങോട്ട് അയച്ച് അവൻ്റെ ഒരു ചിത്രം അതേപോലെ തന്നെ വരച്ചെടുത്ത് കൊണ്ടുവന്ന് അത് ഞാനൊന്ന് മുഖത്തമർത്തി ദേഹത്തമർത്തി കിടന്നാൽ തന്നെ എനിക്ക് ആശ്വാസം കിട്ടും എന്നൊരു ചിന്തയോട് കൂടിയിട്ട് ഈ അബർഗസ് രാജാവ് ഇങ്ങനെ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട്, ഒരു ദൗത്യ നിർവഹണത്തിന് വേണ്ടി ഒരാളയക്കുകയാണ്. അപ്പോൾ അവർ ചെന്ന് യേശുവിൻ്റെ നോക്കിയിരുന്ന് യേശു അപ്പോൾ ആ സമയത്ത് ശിഷ്യരോട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നൊരു സമയമായിരുന്നു. ഏതോട് സന്ധ്യയോടടുത്ത സമയമാണ്. അത്രേ തെളിഞ്ഞ് രൂപം കാണാത്തൊരവസ്ഥയിൽ അപ്പോൾ ഇവർ ഒളിഞ്ഞും മറഞ്ഞു നിന്ന് യേശുവിനെ വാച്ച് ചെയ്യുന്ന, യേശുവിനെ വരച്ചെടുക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അപ്പോൾ യേശു അവരോട് വർത്തമാനം ശിഷ്യരോട് പറയുകയാണെങ്കിലും അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തി യേശു ശ്രദ്ധിച്ചു. അപ്പോൾ യൂദായെ വിട്ടിട്ടാണ് യൂദ അവർ പോയി അന്വേഷിക്കുക. അപ്പോൾ യൂദ ചെന്ന് അവരോട് കാര്യങ്ങൾ തിരക്കി. അപ്പോഴാണ് ഈ കാര്യങ്ങളൊക്കെ ഈ ദൗത്യ നിർവഹണത്തിന് വന്നവർ പറഞ്ഞത്, ഇങ്ങനെ രാജാവ് കുഷ്ഠരോഗം പിടിച്ചു കിടക്കുന്നതും ഈ ആവശ്യങ്ങളൊക്കെ. അപ്പോൾ യേശു ഇങ്ങനെ ചെയ്തെന്ന് പറയുന്നത്, അവർ വരയ്ക്കാൻ കൊണ്ടുവന്ന തൂവാല തൻ്റെ മുഖത്തമർത്തി തിരിച്ചെടുത്തു. മുഖത്തമർത്തിയിട്ട് തിരിച്ചെടുത്തപ്പോൾ അത് അവൻ്റെ മുഖം അത് പ്രിൻ്റ് ചെയ്യപ്പെട്ടതുപോലെ അതിൽ തെളിഞ്ഞു നിന്നിരുന്നു. ആശ്ചര്യത്തോടെ അവർ ആ തൂവാലയും കൊണ്ടുപോയി രാജാവിൻ്റെ ദേഹത്തുറപ്പിച്ചു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് യേശു യൂദയെ അങ്ങോട്ട് അയക്കുന്നത്, യൂദ അവിടെ ചെന്ന് പരസ്യജീവിതത്തിൻ്റെ കാലഘട്ടത്തിലേക്ക് കടന്നു ചെല്ലുന്നതും പിന്നീട് രാജാവ് സുഖപ്പെടുന്നതും ഒക്കെയുള്ള സംഭവങ്ങൾ യൂദായുമായി ബന്ധപ്പെട്ടൊരു പാരമ്പര്യത്തിൽ പറയുന്നുണ്ട്. പേർഷ്യയിലുള്ള യൂദായുടെയും ശിമയോൻ്റെയും ശുശ്രൂഷകൾ അത് ഏറെ വെല്ലുവിളി നിറഞ്ഞതായിരുന്നു. കാരണം അവിടെ അവർക്ക് ഒരുപാട് മതനിന്ദകർ ഇവരെ ക്രൂശിക്കുകയും അപവാദങ്ങൾ പറയുകയൊക്കെ ചെയ്തു. കാരണം ഇവരുടെ പ്രവൃത്തി വഴി അനേകർ മാമോദീസ സ്വീകരിക്കുകയും വിശ്വാസം വർദ്ധിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. അപ്പോൾ അവിടെയുള്ള മന്ത്രവാദികൾ, അതുപോലെ ചെറിയ കുലത്തിലുള്ള ചില വിശ്വാസങ്ങളിലൂടെയൊക്കെ കടന്നു പോയിരുന്നവർക്ക് ഇത് അവരെ ഏറെ ചൊടിപ്പിച്ചു. കാരണം കുറച്ചും കൂടിയും കാലം ഈ യൂദായും ശിമയോനും ഇവിടെ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ തങ്ങൾക്കിവിടെ വേറെ ഒന്നും ചെയ്യാനില്ലല്ലോ. കാരണം അവരുടെ ഒരു ചെയ്തിരുന്ന ദുർമന്ത്രവാദങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളല്ലേ തകർന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവർ കൂടി ആലോചിച്ചു, ഇവരെ ഇനി ഇവിടെ നിർത്തിയാൽ തങ്ങൾക്കത് അപകടമാണ്. അതിനാൽ തന്നെ അവർ കൂടി ആലോചിച്ച് ഇവർക്കെതിരെ അപവാദം പറഞ്ഞ് ജനത്തെ ഈ യൂദായുടെയും ശിമയോനുമെതിരെ തിരിച്ചു. അങ്ങനെ ഇവർ രണ്ടുപേരും ജനങ്ങളാൽ പിടിക്കപ്പെട്ട് അവർ ബന്ദികളാക്കപ്പെട്ടു, അറസ്റ്റ് ചെയ്യപ്പെട്ടു, കെട്ടിയിടപ്പെട്ടു, ഏറെ പീഡനമേൽക്കേണ്ടി വന്നു. ആ പാരമ്പര്യങ്ങളിലൊക്കെ പറയുന്നത് ശിമയോനെ വാളുകൊണ്ട് അറുത്തു കൊന്നതിനെ കുറിച്ചാണ് പാരമ്പര്യം പറയുന്നത്. യൂദായനെ ഏറെ മർദ്ദിച്ച ശേഷം കുന്തം കൊണ്ട് കുത്തി കൊലപ്പെടുത്തി. അതുകൊണ്ടാണ് യൂദാസ്ലിഹായുടെ ചില സ്റ്റാച്യൂസൊക്കെ നമ്മൾ കാണുമ്പോൾ ഒരു കുന്തം കയ്യിലേന്തി ഈശോയുടെ രൂപത്തിന്മേൽ തൊട്ട് നിൽക്കുന്നൊരു യൂദായെ നമുക്ക് കാണാൻ പറ്റും. ഈ പേർഷ്യയിൽ വെച്ചിട്ടുള്ള ഇവർ മതനിന്ദകർ വന്നിട്ട് ശിമയോൻ്റെ അടുത്തും യൂദായുടെ അടുത്തും പറഞ്ഞു, ജീവൻ വേണമെങ്കിൽ ഞങ്ങളുടെ വിശ്വാസത്തിൻ്റെ കൂടെ കൂടണം, അല്ലെങ്കിൽ തള്ളിപ്പറയണം.
ഈ സമയത്ത് ഇവർ പ്രാർത്ഥിച്ചു അവനും. അപ്പോൾ അവർ വിചാരിച്ചു ഇവർക്കൊരു പ്രത്യേക ഒരു ദർശനം ആ സമയത്ത് ഈ രണ്ടു പേർക്കും ഉണ്ടായി. ഇവർ ഒന്നിച്ചു കൂടി നിൽക്കുകയാണ്. അപ്പോൾ ഈ മന്ത്രവാദികളും അവരുടെ പ്രത്യേക ആചാരങ്ങളും ഒക്കെ ആയിട്ട് നിൽക്കുന്നവർ, മതനിന്ദകരും, അവർ വിചാരിച്ചു ഇവർ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുകയായിരിക്കുന്നു. പക്ഷേ ഈ രണ്ടു പേർക്കും ആ സമയത്തൊരു ദർശനം ഉണ്ടായ ദർശനം ഇതാണ്. രണ്ട് മാലാഖയുടെ നടുക്ക് ഈശോ നിൽക്കുന്നതായിട്ടൊരു ദർശനം. അതിലൊരു മാലാഖ ചോദിക്കുകയാണ്, ഇപ്പോൾ ഈ ക്ഷേത്രവും പരിസരവും ഇടിഞ്ഞു വീഴും, നിങ്ങളും അവരും മരിക്കും. അപ്പോൾ യൂദ അവിടെ മാലാഖയുടെ അടുത്തൊരു പ്രത്യുത്തരം പറയുന്നത് വളരെ ശ്രദ്ധേയമാണ്. പാരമ്പര്യമാണെങ്കിലും അതിൽ എഴുതി വച്ചിരിക്കുന്നത് എങ്ങനെയാണ്, ഒരു പക്ഷേ ഈ മരിക്കുന്നവരിൽ മാനസാന്തരപ്പെടാനുള്ളവർ ഉണ്ടായാലോ, അതുകൊണ്ട് അത് ചെയ്യരുത്. അപ്പോൾ മാലാഖ പറഞ്ഞ രണ്ട് ഓപ്ഷൻ, ഒന്നില്ലെങ്കിൽ ഇവിടെ നിന്ന് ഓടിപ്പോകണം, അല്ലെങ്കിൽ രക്തസാക്ഷിത്വം വരിക്കണം. അപ്പോൾ യൂദ തിരഞ്ഞെടുത്ത ഒരു ഉത്തരം, ഇവിടെ ഇടിഞ്ഞു വീണ് തകർന്നു വീഴുകയാണെങ്കിൽ കുറേ പേരധികം മരിക്കും, ചിലപ്പോൾ അതിൽ മാനസാന്തരപ്പെടാൻ പിന്നീട് മാനസാന്തരപ്പെടാനുള്ളവരുണ്ടെങ്കിലോ, അതുകൊണ്ട് അത് വേണ്ട ഓപ്ഷൻ തീരുമാനിച്ചു. എന്തായാലും ഓടിപ്പോകാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല. അതുകൊണ്ട് ആ രണ്ടുപേരും പ്രാർത്ഥിച്ച് രക്തസാക്ഷ്യത്തിനായിട്ട് തീരുമാനിച്ചു എന്നാണ് മാലാഖയുടെ അടുത്ത് ഉത്തരം കൊടുത്തു. ഇതാണ് ആ ദർശന ഭാഗം പറയുന്നത്. അതുകൊണ്ട് ഇവരവരൊക്കെ ആ മതനിന്ദകർ, മന്ത്രവാദികളും ദുർമന്ത്രവാദികളും അവരെ കെട്ടിയിട്ട് അവരെ മർദ്ദിച്ച് കൊന്ന്. അതിൽ ഒരു പാരമ്പര്യം പറയുന്നത്, നീണ്ട വടി വെച്ച് സ്ലീഹായുടെ തലയ്ക്കടിച്ചിട്ട് മർദ്ദിച്ച് അവസാനം കഴുത്തറുത്ത് കൊന്നു എന്നാണ്, ശിരച്ഛേദനം ചെയ്തു എന്നാണ് ഒരു പാരമ്പര്യം പറയുന്നത്. അതുകൊണ്ടാണ് നീളമുള്ള വടി കുത്തിപ്പിടിച്ച് യൂദാസ്ലീഹായെ നമ്മൾ കാണുന്നത്. അത് തന്നെ മർദ്ദിക്കപ്പെട്ട ആ വടിയെ അനുസ്മരിപ്പിച്ചാണ്. പ്രിയപ്പെട്ടവരെ, ഈശോയോടുള്ള സ്നേഹം യൂദയിൽ ഏറെ തെളിഞ്ഞു നിന്നത് ഈ ജീവിതത്തിലൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഈശോയോടൊപ്പം എന്നും ആയിരിക്കാൻ ഏറെ ഇഷ്ടപ്പെട്ട വ്യക്തിത്വമായിരുന്നു യൂദായുടേത്. അതുകൊണ്ട് ഈശോ ചെയ്ത അത്ഭുതങ്ങളിൽ ഉടനീളം, അപ്പം വർദ്ധിപ്പിക്കുന്നിടത്ത്, ലാസറിനെ ഉയർപ്പിക്കുന്നിടത്ത്, അങ്ങനെ എന്ന് വേണ്ട പലയിടത്തും ഈശോയുടെ കാരുണ്യം ചൊരിഞ്ഞ പലയിടങ്ങളിലും യൂദായെ കാണാം നമുക്ക്. ഈ പാരമ്പര്യങ്ങളിലൂടെയൊക്കെ നമ്മളുടെ വിരൽ ചൂണ്ടിക്കാണിക്കുന്നത്, നമ്മളോടും പറയുന്നത് ഇത്രയേ ഉള്ളൂ: യേശുവിനെ കണ്ട് യേശുവിൽ ആകർഷണം തോന്നി അവൻ്റെ പിന്നാലെ നടക്കുക. ഈ വിശുദ്ധന് നമ്മളോട് ഇന്നും, ഈ വിശുദ്ധൻ്റെ മധ്യസ്ഥം ചോദിക്കുമ്പോൾ വിശുദ്ധന് നമ്മളോടും പറയാനുള്ളത് ചിലപ്പോൾ ഇത് തന്നെയായിരിക്കും, ഞാൻ ചെയ്തത് ഇതാണ്, നിങ്ങളും ഇതുപോലെ ചെയ്യുക. അതിനു വേണ്ടിയിട്ടാണ് ഈ വിശുദ്ധൻ ശരിക്കും പറഞ്ഞാൽ ഈ അസാധ്യ കാര്യങ്ങളൊക്കെ നമുക്ക് സാധ്യമാക്കി തരാൻ മുട്ടിപ്പായിട്ട് പ്രാർത്ഥിച്ച് കാര്യങ്ങളൊക്കെ നേടിത്തരുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്? ഈശോയെ കണ്ടറിഞ്ഞ്, ഈശോയുടെ കാരുണ്യത്തിൻ്റെ മുഖം അറിഞ്ഞ്, ഈശോയുടെ സ്വഭാവം അറിഞ്ഞ് നമ്മൾ ജീവിക്കാനും വേണ്ടി കൂടിയാണ്. ഈ ഒരു നല്ല ചിന്തയോടുകൂടി വിശുദ്ധരിലൂടെ വിശുദ്ധിയിലേക്ക് എന്ന ഈ എപ്പിസോഡിൻ്റെ അവസാന ഭാഗത്ത് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. യൂദാ തദേവൂസ്, പേരുപോലെ തന്നെ സ്നേഹിക്കാൻ അറിയുന്നവൻ, സ്നേഹമുള്ളവൻ, ഹൃദയമുള്ളവൻ. നമ്മൾ പറയില്ലേ, സാധാരണ മനുഷ്യരുടെ ഒരു ഹൃദയമില്ലാത്തവനാണല്ലോ നീ പറയില്ലേ. പക്ഷേ യൂദാ തദേവൂസ് എന്ന വാക്കിൻ്റെ അർത്ഥം ഹൃദയമുള്ളവൻ, അല്ലെങ്കിൽ സ്നേഹമുള്ളവൻ. നമുക്ക് കണ്ണുകളടച്ച് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ടവരെ, യേശുവിൻ്റെ കുഞ്ഞു കാലം മുതൽ യേശുവിനെ തൊട്ടറിഞ്ഞ് കളിച്ചും കൂടെ കിടന്നും വളർന്നു വന്ന ആ യൂദാ ഈശോയെ കൂടുതൽ സ്നേഹിച്ച് തൻ്റെ ജീവിതം രക്തസാക്ഷിത്വത്തിലേക്ക് മകുടം ചൂടിച്ചതുപോലെ ഈശോയെ കണ്ട് സ്നേഹിച്ച് ജീവിക്കാൻ നമ്മൾ ഓരോരുത്തരെയും സഹായിക്കട്ടെ. ഇന്നും അസാധ്യ കാര്യങ്ങളുടെ മധ്യസ്ഥനോട് നമുക്ക് ചേർന്ന് വിശുദ്ധിയിലേക്ക് വളരാനായിട്ട് പരിശ്രമിക്കാം. ആമേൻ.